ഇത് ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന നമ്മുടെ തറവാട്ടമ്പലത്തിലെ ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ തലേദിവസം ഞാനും നീക്കുട്ടിയും തറവാട്ടിലില്ലേന്നു കേട്ടോ. ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ. അതുകൊണ്ട് രാവിലത്തെ ഇവിടുത്തെ പൂജയിലൊന്നും ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ മിസ്സായിട്ടോ. പിന്നെ ദേ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നപ്പം ചെറിയമ്മയും ചെറിയച്ഛനും പിന്നെ കസിനും എല്ലാവരും കൂടെ കൊടി പിടിച്ചിട്ട് അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ കയറി തൊഴുതേ. നമ്മുടെ ഉത്സവത്തിന് പുറത്തുനിന്നൊന്നും ആരും ഉണ്ടാവില്ലേ, നമ്മുടെ റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കാണുന്നതൊക്കെ നമ്മുടെ റിലേറ്റീവ്സാണേ. വീട്ടിൽ നിന്ന് ധൃതി പിടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ചായ ഒന്നും കുടിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അമ്മ ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് സമയമില്ല കുടിക്കാൻ. അപ്പോൾ ഇവിടെ വന്നാണ്ട് വേഗം തൊഴുതിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയേ. അങ്ങനെ ദേ ഉച്ച വരെയുള്ള പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കണം. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. സാമ്പാറും ചോറും അവിയലും പപ്പടും 2 തരം അച്ചാറും ഉപ്പേരിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സദ്യയായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നേ. ഉച്ചയ്ക്കൊരു 3:30-4 മണിയാകുമ്പോൾ താലപ്പൊലിക്ക് പോകാൻ ഒരുങ്ങിയിട്ടോ ഞങ്ങളെല്ലാവരും. തിരക്കിനിടയിൽ താലപ്പൊലിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ദേ താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തൊഴുതിറങ്ങി. ഇത് നമ്മളൊരു കസിനാണ്. ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഉത്സവം ഗംഭീരമായിട്ട് നടത്തുന്നത്. അങ്ങനെ ദേ നമ്മുടെ അമ്പലത്തിലെ വൈകുന്നേരത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ കുട്ടികളെ കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് തന്നെ കളിച്ച് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നീയക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് കളിക്കാൻ, കാണാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആൾ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇവർ കളിക്കുന്നത് കാണാൻ. നീയക്കുട്ടിനെ ഈ വർഷം ഡാൻസിന് ചേർത്തണം എന്നുണ്ട്. ദൈവം സഹായിക്കാന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ വർഷം തന്നെ ചേർത്തണം. അപ്പം നമ്മുടെ അമ്പലത്തിനുള്ളിലെ പൂജയും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ഉത്സവം ഒന്നും കൂടെ അങ്ങോട്ട് കളറാക്കി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഉഷാറായിന്ന്. ഉത്സവം എന്ന് കേൾക്കുമ്പം പടക്കമില്ലാണ്ട് എന്ത് ഉത്സവമല്ലേ. നമ്മുടെ ഉത്സവത്തിനുണ്ടായിരുന്നു പടക്കം. ഇനി അതിന് മാത്രം ഒരു കുറവും വരുത്തണ്ട. നമ്മുടെ ഉത്സവത്തിനും നല്ല അടിപൊളിയായിട്ട് പടക്കം പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.